ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ബോഡി മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ഇത് വെർട്ടിക്കൽ സർക്കുലർ മോഷനാണ്. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഉള്ള ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി √5 ചെയ്യാറാണ്. ഇവിടെ എത്തുമ്പോൾ √3 ചെയ്യാറാണ്. ഇത് ഇൻഫോർമേഷൻ ഗിവൺ ആണ്. ആവറേജ് വെലോസിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. എവിടെ മുതൽ എ മുതൽ ബി വരെ. അപ്പോൾ ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാറാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം, അല്ലാണ്ട് നമുക്ക് വെലോസിറ്റി -8 ഡിവൈഡ് ബൈ ടൈം ചെയ്യാം. ഇപ്പോൾ ഞാൻ മാഗ്നിറ്റ്യൂഡ് ആകുമ്പം 6√2 ഡിവൈഡ് ബൈ ടൈം എത്ര 2 സെക്കൻഡ്സ് റൈറ്റ്, ടൈം 2. അപ്പോൾ 2 സെക്കൻഡ്സ്. അപ്പോൾ ഇത് കട്ടായി √2 6/√2. ആവറേജ് ആക്സിലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √3 GR എവിടെയാണ് മോളോട്ടേക്ക്. സോ J ക്യാപ് മൈനസ് ഇത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √5 GR എവിടത്തേക്കാണ് I ക്യാപ്പിലേക്കാണ്. ശരി ആയല്ലോ. ബൈ ടോട്ടൽ ടൈം ദാറ്റ് ഈസ് 2. ഇതാണുള്ളത്. ഇനി മാഗ്നിറ്റ്യൂഡ് വേണേൽ കണ്ടെത്താം. ഇനി നോക്കാം. പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ പോകുന്നുണ്ട്. എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്താണ് എക്സ് കോർഡിനേറ്റ് ടൈമിൻ്റെയും ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി പൊസിഷൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് t = 2 സെക്കൻഡ്സ്. പൊസിഷൻ കണ്ടെത്താൻ 2 സെക്കൻഡിലുള്ള പൊസിഷൻ എന്ത് കൊടുക്കുക 2 കൊടുക്കുക. അപ്പം 8 - 2 × 4 ദാറ്റ് ഈസ് 8 + 10. ഓക്കെ 10 ആണ് 2 സെക്കൻഡിലുള്ള പൊസിഷൻ. ശരി ഇനിയോ വെലോസിറ്റി കണ്ടെത്താൻ 2 സെക്കൻഡ്. ഇതിനെ പിടിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുക. dx/dt ഈസ് വെലോസിറ്റി. സോ ഇതിനെ പിടിച്ച് ഡിഫറൻസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ പിടിച്ച് ഡിഫറൻസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3t² - 4t + 0. അപ്പോൾ അതിലെന്ത് കൊടുക്കാൻ 2 കൊടുക്കാൻ. അപ്പോൾ എത്രയും 2 4 3 12 - 4 × 2 8 + 0 ദാറ്റ് ഈസ് 4 m/s. അപ്പം എവിടെ ഡയറക്ഷൻ എക്സ് ആക്സിസിലാണതുകൊണ്ട് നമുക്ക് I ക്യാപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ ഇനിയോ ആക്സലറേഷൻ ആണ് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ വെലോസിറ്റിൻ്റെ ഇപ്പോൾ ഞാൻ കിട്ടി. ആക്സലറേഷൻ വെലോസിറ്റി dv/dt ആണ് ആക്സലറേഷൻ. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിഫറൻസിയേറ്റ് ചെയ്താൽ 6t - 4 അതിലെന്ത് കൊടുക്കുക 2 കൊടുക്കുക. അപ്പോൾ 6 × 12 - 4 ദാറ്റ് ഈസ് 8. വീണ്ടും I ക്യാപ്പ് ആണ്. ഓക്കെ ബിക്കോസ് ഇത് പോസിറ്റീവ് ആണ്. പിന്നെ എക്സ് ആക്സിസ് ആണ്. സോ I ക്യാപ്പ് ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വെലോസിറ്റി സ്പീഡ് കണ്ടെത്താനാണ് പറയുന്നത്. ആവറേജ് ഈ സിമ്പിൾ അർത്ഥം ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി ഇട്ടാൽ ആവറേജ് വെലോസിറ്റി എവിടെ നിന്നുള്ള t0 മുതൽ t3 സെക്കൻഡ് വരെയാണ്. ശരി ഓക്കെ. അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് വെച്ചാൽ ഫൈനൽ പൊസിഷൻ അത് എത്ര ഫൈനൽ പൊസിഷൻ 3 ഇവിടെ കൊടുത്തു കൊടുക്കാം. അപ്പോൾ എന്താ 9 - 4 × 3 12 + 10 അപ്പം 7 കിട്ടും റൈറ്റ് 7 കിട്ടും. ഇനി ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ t0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര അത് 10. അപ്പോൾ 7 - 10 ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ എത്ര ടൈമാണ് 3 സെക്കൻഡ്സ്. സോ നമുക്ക് കിട്ടും -1 കിട്ടും. ഓക്കെ I ക്യാപ്പ്. ഇനി ആവറേജ് സ്പീഡ് കണ്ടെത്താൻ പറയും. ഓക്കെ ആവറേജ് സ്പീഡാണ് നിങ്ങൾ ചില ആൾക്കാർക്കും ഓക്കെ ഇത് തന്നെയല്ലേ നമുക്ക് ഇപ്പം കിട്ടിയ -1 തന്നെയല്ലേ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ. ഇവിടെ ഒരു ബോഡി ഇപ്പം കൈനമാറ്റിക്സ് ആയതുകൊണ്ട് 1 ഡയമെൻഷനിലാണ് പോകുന്നതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ പോകുന്നതെന്ന്. പക്ഷേ ആ ബോഡിക്ക് വേണമെങ്കിൽ തിരിഞ്ഞുവിടാം. ബോഡിക്ക് ഇങ്ങനെ പോവാം തിരിച്ചിങ്ങനെ പോവാം. അപ്പോൾ ഞാൻ ഇപ്പം പറയാണ് ഇയാൾ പൊസിഷൻ ഇവിടെ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ വിചാരിച്ചോ. ഓക്കെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ ആവറേജ് സ്പീഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ വന്ന് എന്നിട്ട് ഇയാൾ ഫൈനൽ പൊസിഷൻ ഇങ്ങനെ ആയി. അപ്പോൾ ഞാൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റേ കിട്ടത്തുള്ളൂ. അവിടെയുള്ള ഡിസ്റ്റൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിലായിരിക്കും ആവറേജ് സ്പീഡ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ആവറേജ് സ്പീഡ് കണ്ടെത്താം. ആദ്യം ഇനീഷ്യൽ പൊസിഷൻ കണ്ടെത്താം. ഇനീഷ്യൽ പൊസിഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അത് 7 ആണ്. അല്ല ഫൈനൽ പൊസിഷൻ 7. അപ്പോൾ ഞാൻ ഇങ്ങനെ വരക്കാം. ഫൈനൽ പൊസിഷൻ 7 ആണ്. ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് 10 ആണ്. ഓക്കെ അപ്പോൾ ആദ്യം ഈ ചങ്ങായി ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കാൻ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി കണ്ടെത്താം. ഇനി നമുക്കൊരു ഡൗട്ട് ഉണ്ട്. ഇയാളിപ്പോൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ മതി. ഇനി അഥവാ ഇയാൾ നേരെ പോയിട്ട് തിരിയുന്നുണ്ടെങ്കിലോ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരാൾ നേരെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അയാൾ തിരിയുന്നുണ്ടെങ്കിൽ ആ ഒരു തിരിയുന്ന പോയിന്റിൽ അയാളുടെ വെലോസിറ്റി എന്തായിരിക്കും ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ബോൾ മുകളിലോട്ടേക്ക് എറിഞ്ഞ് ബോൾ മുകളിലോട്ടേക്ക് എറിഞ്ഞാൽ അവിടെ നിർത്തുന്ന പോയിന്റിൽ നമ്മൾ പറയും അവിടെ വെലോസിറ്റി 0 ആണ്. അതുപോലെ തന്നെ അയാൾ തിരിയുന്നതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വെലോസിറ്റി അടുത്തതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് 2t - 4 അതെപ്പോഴാണ് 0 ആവുന്നത്. ആ വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത്. അപ്പോൾ നമുക്ക് ടേണിംഗ് പോയിന്റ് എന്ന സംഭവം കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് 2t = 4 t = 2 സെക്കൻഡ്സിൽ അത് ടേൺ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഈ പറഞ്ഞ ബോഡി ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ t = 2 സെക്കൻഡ്സിൽ അതിൻ്റെ പൊസിഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ 4 - 4 × 2 8 + 10 എത്ര കിട്ടും 6 കിട്ടും. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ അതെവിടെ 6 എവിടെയുള്ള ഇവിടെയാണുള്ളത് അല്ലേ. ഇവിടെ ഞാൻ കോർഡിനേറ്റ്സ് കൊടുത്ത് കറക്റ്റ് തെറ്റാണ്. വളരെ മണ്ടത്തരായിപ്പോയി അല്ലേ.
ആദ്യം ഇവിടെ 7 വേണ്ടത്, ഇവിടെ 10 വേണ്ടത്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 7-ലായിരുന്നു അല്ലേ? ഇനീഷ്യൽ പൊസിഷൻ അല്ല, ഫൈനൽ പൊസിഷൻ 7-ലും ഇനീഷ്യൽ എവിടെ നിന്ന് തുടങ്ങിയത്? ഇനീഷ്യൽ 10-ഉം, റൈറ്റ്? അപ്പോൾ ഇവിടെ നിന്നാണ് തുടക്കം. ഇനി 6 എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്. 6-ലാണ് ടേണിംഗ് പോയിൻറ്റ്. അങ്ങനെ നമ്മൾ ടേണിംഗ് പോയിൻറ്റ് ഇവിടുന്ന് ഇയാൾ തുടങ്ങി ഇങ്ങനെ പോയി, ഇവിടുന്ന് വെലോസിറ്റി 0 ആയി. ഇവിടുന്ന് എന്തായി? അയാൾ ടേൺ ചെയ്തിട്ട് അയാൾ ഫൈനൽ പൊസിഷൻ ആയിട്ടുള്ള 7-ലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ആക്ച്വലി ആ പാത്ത്. ഇനി ഈ പാത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ആദ്യം 4 ഉണ്ട് ഇവിടെ, പ്ലസ് 1 ദാറ്റ് ഈസ് 5, ടോട്ടൽ ഡിസ്റ്റൻസ് ആയി ഡിവൈഡ് ബൈ എത്ര ടൈം? 3. ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ് 5/3. ഓക്കെ, അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കളയാം. ഇതാ, ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഫ്രം t to 0. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഇയാളുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ഇട്ട് കൊടുക്കുക. ടൈം 0 ഇട്ട് കൊടുത്താൽ 6 ആണ്. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ ഇയാൾ 6-ലുള്ളത്. ഫൈനൽ പൊസിഷൻ എന്താണ്? 3 അല്ല, അപ്പോൾ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 9 മൈനസ് 6 പ്ലസ് 6, അപ്പം 9-ലാണ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ. ഇനി ഇയാൾ ടേൺ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി നോക്കും. അപ്പം വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2t മൈനസ് 2 ആവും. അതെന്തായാലും ഇക്വേറ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് t = 1 സെക്കൻഡിൽ ടേൺ ആവുന്നുണ്ട്. t = 1 സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ എത്രയാണ്? അപ്പോൾ ഇട്ട് കൊടുക്കാം 1 മൈനസ് 2 പ്ലസ് 6, അപ്പോൾ അത് 5 ആവും. അപ്പോൾ 5-ലാണ് ഇതിൻ്റെ ടേണിംഗ് പോയിൻ്റ് കാര്യം മനസ്സിലായി. ശരി, അപ്പോൾ അതാണ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ അയാൾ തുടങ്ങും, ഇവിടെ എത്തും. ഇവിടുന്ന് എന്തായി? മെന്നെ ടേൺ ആവും, ഇവിടെ എത്തി, ഫൈനൽ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടുന്ന് എത്ര ഉണ്ട്? 1 പ്ലസ് ഇത് എത്ര ഉണ്ട്? 4. അപ്പോൾ 5/3 തന്നെ വീണ്ടും ഉത്തരം. അപ്പോൾ ഇത് സ്ലോപ്പിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് എങ്ങനെ അറിയാം? തീറ്റ എന്താണ്? നമുക്കറിയാം തീറ്റ 90-നേക്കാളും ചെറുതാണെങ്കിൽ ടാൻ്റെ വാല്യൂ എന്തെന്ന് അത് പോസിറ്റീവാണ് അക്കോർഡിംഗ് ടു ട്രിഗ്നോമെട്രി, STC റൂൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കേസാണ് ഇതുപോലത്തെ. ഇപ്പോൾ ഡെഫിനറ്റ്ലി തീറ്റ 90-നേക്കാളും വലുത്. അപ്പോൾ 180-നേക്കാളും 90-നേക്കാൾ വലുതാണ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ സ്ലോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അതിനെ പരിപാടി 180 മൈനസ് ടാൻ 180 മൈനസ് തീറ്റ = ടാൻ തീറ്റ തന്നെ, പക്ഷേ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ഇത് നോക്കാം. ഇതുപോലത്തെ ഒരു ഗ്രാഫ് ഉണ്ട്. എ പോയിന്റ് ബി പോയിന്റ്, ആവറേജ് വെലോസിറ്റി ബിയും സിയും തമ്മിൽ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ഈ പോയിന്റുകൾ യോജിക്കുക, അതിൻ്റെ എന്ത് കണ്ടെത്താം? സ്ലോപ്പ് കണ്ടെത്താം. ഇതാ 30 ഡിഗ്രി, സോ ടാൻ 30 ദാറ്റ് ഈസ് 1/√3. ഇനിയോ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് എ ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ടാൻജൻറ്റ് വരക്കുക, അതിൻ്റെ സ്ലോപ്പ് സോ 1 ടു ടാൻ 145 1. അടുത്ത ആവറേജ് ആക്സലറേഷൻ കണ്ടെത്തുക, വി ടി ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രം എ ടു ബി വരക്കാം. സ്ലോപ്പ് കണ്ടെത്തുക, ദാറ്റ് മീൻസ് ടാൻ 60 ദാറ്റ് ഈസ് √3. ഇനിയാണെങ്കിലോ ഏത് പോയിന്റിൽ ആവറേജ് ആക്സലറേഷൻ ആയിട്ട് പോയിന്റ് സി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് ടാൻജൻറ്റ് വരക്കാം. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് ഈ ആംഗിളാണ് ശരിക്കും കൊടുക്കേണ്ടത്, പക്ഷേ ഈ സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് കൊടുക്കുക. എന്നിട്ട് ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആയില്ലേ? അപ്പോൾ നമ്മൾ വണ്ടിയിലുള്ള കുറച്ച് റൂൾസാണ്. ഓക്കെ, എക്സ് ടി ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ 2 പോയിൻറ്റ്സ് തമ്മിൽ ഇത് പറയും. ആവറേജ് വെലോസിറ്റി കണ്ടെത്താൻ പറഞ്ഞാൽ 2 പോയിൻറ്റ്സും വരക്കുക. എന്നിട്ട് അവരുടെ തമ്മിലുള്ള സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ ആയി. വി ടി ഗ്രാഫിൽ അതേപോലെ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ആവറേജ് ആക്സലറേഷൻ ആവും. അതേപോലെ എക്സ് ടി ഗ്രാഫിൽ കിസി പോയിന്റ് ടാൻജൻ എക്സ് ടി ഗ്രാഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ടാൻജൻറ്റ് ചേർക്കുക, അതിൻ്റെ സ്ലോപ്പ് കിട്ടാം, ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ആയി. വി ടി ഗ്രാഫിൽ ഇൻസ്റ്റന്റീനിയസ് ആക്സലറേഷൻ കിട്ടാൻ സെയിം മെത്തേഡ് തന്നെ. ആക്സലറേഷൻ വെലോസിറ്റിയും സെയിം ഡയറക്ഷനാണ്, നമുക്കറിയാം സ്പീഡപ്പ് ആണ്. ആക്സലറേഷൻ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് ഡൗൺ ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനെ സംബന്ധിച്ചിട്ട് എല്ലാ പോയിന്റ്സിലും ഒരേ സ്ലോപ്പ് തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ എക്സ് ടി ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അതായത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആക്സലറേഷൻ ഇല്ല, കാരണം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ ടൈമാണ്, റൈറ്റ്? അപ്പോൾ നമുക്കിനി ഗ്രാഫിൻ്റെ അനാലിസിസ് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു എന്താണ് എടുത്താൽ പറയുന്നത്? സ്ലോപ്പാണ് കണ്ടെത്തി കളയാം. എല്ലായിടത്തും ഒരേ സ്ലോപ്പ്, ബിക്കോസ് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു സ്ലോപ്പ് കണ്ടെത്താം. ഈ ഒരു തീറ്റ കണ്ടെത്തി കളയാം, ടാൻ തീറ്റ, ഈ പോയിന്റിൻ്റെ ആ ടാൻജൻറ്റ്, റൈറ്റ്? ടാൻ തീറ്റ എങ്ങനെയാണ്? ഇത് നെഗറ്റീവാണ്. ഇനി ഇത് എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് 10/5 ദാറ്റ് ഈസ് 2. അപ്പോൾ -2 വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -2 m/s ആണ്. ഇനി ഇതുപോലെ ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പഠിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യൽ എക്സ് 0 എന്ന സമയത്ത് ഇയാളുടെ എക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ടൈം 0 എന്ന സമയത്ത്, നമ്മൾ ടൈം 0 എന്നാണ് എപ്പോഴും ഒബ്സർവ് ചെയ്യാനേ. ടൈം 0 എന്ന സമയത്ത് ഇയാൾ ഏത് പൊസിഷനിലുള്ളത്? 10 ഇതിലുള്ള പൊസിഷനിലുള്ളത്. ഓക്കെ, ഇനി ടൈം 5 ആവുന്ന സമയത്ത് ഇയാൾ 0th പൊസിഷനിൽ. അപ്പം ടൈം 5 ആവുന്ന സമയത്ത് ഇയാൾ മെല്ലെ 0th പൊസിഷനിലായിട്ട് വന്നിട്ടുണ്ട്.
ശരി. പിന്നെ ടൈം 8 സമയത്ത് അയാൾ -6th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കോട്ടെ, ഇവിടെ നോക്കിക്കളത് ബെറ്റർ. -6th പൊസിഷനിൽ എത്തിയിട്ട് ടൈം 8 സമയത്ത്. അപ്പോൾ എന്താ പരിപാടി? അയാൾ ആദ്യം 10ലുണ്ടായി. 10ന്ന് അയാൾ 5ലേക്ക് പോയി. ടൈം 10ന്ന് അയാൾ എവിടത്തേക്ക് പോയി? 0ലേക്ക് പോയി. 10ന്ന് അയാൾ 0ലേക്ക് പോയി ടൈം 5 സമയത്ത്. പിന്നെ 5ാമത്തെ സെക്കൻഡ് മുതൽ 8ാമത്തെ സെക്കൻഡ് വരെ അയാളുടെ അടുത്തേക്ക് പോയി മെല്ലെ -6ലേക്ക് പോയി. അപ്പോൾ ഇയാളുടെ ഈ പരിപാടി ഇങ്ങോട്ടേക്ക് പോക്കാതെ തന്നെയാണ്. ആവറേജ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് -6 -10 ഡിവൈഡ് ബൈ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ്. സോ ഇതായി. പിന്നെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിസ്റ്റൻസ് മാത്രം എടുക്കുക. അതെന്ന് വെച്ചാൽ 16, ഇവിടം വരെ 10, ബാക്കി 6, 16/8 2. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്, സോ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് XT ഗ്രാഫാണ്. ഇത് വെലോസിറ്റി പോസിറ്റീവ് ആണ്. ശരി, നോ ആക്സലറേഷൻ ബിക്കോസ് വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട്. അടുത്ത ഈ ഗ്രാഫിനെ നമുക്കൊന്ന് വേഗം നോക്കിക്കളയാം. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ A മുതൽ B വരെ ഈ ഒരു പോയിന്റ് നോക്കിക്കോ, A എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ എന്താണ്? സ്ലോപ്പ് പോസിറ്റീവ് ആണല്ലോ സ്വാഭാവികമായിട്ട്. ആ ഒരു പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് വെലോസിറ്റി. അപ്പോൾ അവിടെ വെലോസിറ്റി പോസിറ്റീവ് ആണ്, VA പോസിറ്റീവ് ആണ്. ശരി, VA പോസിറ്റീവ് ആണ്. ഇനി ബിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നോക്കി നോക്ക്, സ്ലോപ്പ് മെല്ലെ ചെറുതായി വരുന്നുണ്ട് അല്ലേ? ആ ഒരു കുത്തന അല്ലെങ്കിൽ ആ തീറ്റ കുറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതെന്താ? സ്പീഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. ബിക്കോസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാണ് വെലോസിറ്റി, ബിക്കോസ് XT ഗ്രാഫിൽ സ്ലോപ്പ്. അപ്പോൾ സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്, സ്ലോപ്പ് കുറയുന്നുണ്ട്. സ്പീഡ് ആവുന്നുണ്ടോ മീൻസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ഡയറക്ഷനിലുള്ള, ബിക്കോസ് ആക്സലറേഷൻ വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ ഒരു ബോഡി സ്ലോ ഡൗൺ ആവുള്ളൂ. അപ്പോൾ ഇനി B പോയിന്റ് നോക്കിക്കോ, B പോയിന്റ് അവിടെ സ്ലോപ്പേ ഇല്ല. ദാറ്റ് മീൻസ് ആ B പോയിന്റിൽ വെലോസിറ്റി 0 ആണ് എന്ന് പറയാൻ പറ്റും. ശരി, ഇനി C പോയിന്റിൽ നോക്കിക്കോ, C പോയിന്റിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷൻ, വെലോസിറ്റി അറ്റ് C അത് -0 നെഗറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ, ഇനി അവിടുന്ന് താഴോട്ടേക്ക് പോകുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടുന്നുണ്ട്. അപ്പം ആക്സലേഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ആക്സലേഷൻ C എന്ന് പറഞ്ഞാൽ അതും -0 തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സ്പീഡപ്പ് ആവുന്നുണ്ട്, കാരണം നല്ല സ്ലോപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം ബോഡി നല്ല സ്പീഡ് പോയി, പിന്നെ മേലെ കുറഞ്ഞ് തിരിച്ച് സ്പീഡായി വന്ന്. അതാണ് പരിപാടി. സോ അതിൻ്റെ പരിപാടിയാണ് ഇത്. 0 പിന്നെ എത്ര ഇത് 10 മീറ്റർ അല്ലേ? അപ്പോൾ 10 മീറ്റർ പോകുമ്പോഴത്തേക്ക് സ്പീഡ് കുറഞ്ഞ് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് തിരിച്ച് 0ലേക്ക് തന്നെ എത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫൈൻഡ് ദി ഇതെന്താ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ നോക്കാം. ഫൈൻഡ് ദി വെലോസിറ്റി അറ്റ് T = 5 10. ഓക്കെ, 0 മുതൽ 4 സെക്കൻഡ്സ് വരെ ടൈം വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, ബിക്കോസ് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ ആണ്. അതെന്ന് പറഞ്ഞാൽ tan θ 10/4, ദാറ്റ് ഈസ് 5/2 ആണ്. വെലോസിറ്റി അറ്റ് T = 2 കിട്ടിയിട്ടുണ്ട്, അത് 5/2 ആണ് കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി വെലോസിറ്റി അറ്റ് T = 5 സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഇവിടെ നോക്കി സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്താണ്? അത് 0 ആണ്. ഇനി 10 സെക്കൻഡ്സിൽ വീണ്ടും വെലോസിറ്റി ഉണ്ട്, ബിക്കോസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ടാൻജൻറ്റ് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പം വെലോസിറ്റി എത്രയാണ്? വീണ്ടും tan θ, പക്ഷേ നെഗറ്റീവ് ആണ്. tan θ എന്ന് പറഞ്ഞാൽ 10/2 എന്ന് വെച്ചാൽ -5/2, സോറി -5. ഈ ബോഡിൻ്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, ആദ്യം ഇനീഷ്യൽ ടൈം 0 എന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായി 0 ഉണ്ടായി. പിന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് അയാളുടെ അടുത്തേക്ക് പോയി X അയാൾ 4 സെക്കൻഡ് ആവുന്നത്തേക്ക് ടൈം 4 സെക്കൻഡ് ആവുന്നത്തേക്ക് അയാളുടെ എത്തി 10 ശരി, അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അയാൾ. ശരി, എന്നിട്ട് ടൈം 9 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പരിപാടി. അയാൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ പോയി കുറച്ച് അവിടെ നിന്ന്, അതിനുശേഷം ടൈം 9 സെക്കൻഡ് ആവുന്ന സമയത്ത് അയാൾ തിരിച്ച് ബാക്കോട്ടേക്ക് വന്ന് ടേണിംഗ് പോയിൻ്റായി തിരിച്ച് 0ലേക്ക് തന്നെ എത്തി X. അപ്പോൾ ആവറേജ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0, ബിക്കോസ് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തി. X 0ലേക്ക് തന്നെ തിരിച്ചെത്തിയില്ലേ? ബിക്കോസ് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് നല്ല ദൂരം ഉണ്ടല്ലോ, ഇവിടെ അല്ലല്ലോ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ X നോക്കണ്ടേ, അതാണ് നമ്മുടെ കോർഡിനേറ്റ്. അപ്പോൾ X ആക്സിസ് കുറയുന്നുണ്ട്, വീണ്ടും 0ലേക്ക് തന്നെ എത്തി. അപ്പോൾ അവിടെ തന്നെ തിരിച്ചെത്തി എന്നതിൻ്റെ അർത്ഥം. ഇനിയോ ആവറേജ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര പോയിട്ടുണ്ട്? ആദ്യം ഇനീഷ്യലി ഇവിടെ 10 പോയി, തിരിച്ച് 10 വന്നപ്പം 20, സമയം എടുത്തത് 11 സെക്കൻഡ്. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ പ്രത്യേകം നോക്കി, ഇവിടെ സ്ലോപ്പ് മെല്ലെ കൂടി വരുന്നുണ്ട് അല്ലേ? സ്ലോപ്പ് കൂടി വരുന്നുണ്ട്. സ്ലോപ്പ് കൂടുന്നുണ്ട് മീൻസ് വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റി സ്പീഡപ്പ്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ. ഇവിടെ ആണെങ്കിലോ വീണ്ടും സെയിം പരിപാടി. സോറി, ഇതെന്താ XT ഗ്രാഫ് തന്നെയല്ല, കറക്റ്റാണ്. ഇതാണെങ്കിൽ നോക്കുക, സ്ലോപ്പ് മെല്ലെ കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് വെലോസിറ്റി ചെറുതാവുന്നുണ്ട്, സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്. അങ്ങനെ സ്പീഡ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കോ, ഈ ഗ്രാഫ് നോക്കിക്കോ. ഈ ഗ്രാഫ് സന്തോഷിക്കുകയാണ്, സോ സ്പീഡ് കൂടുന്നുണ്ട്. ആദ്യം ഇനീഷ്യലി സ്ലോപ്പ് മെല്ലെ കുറയുന്നുണ്ട്. അപ്പോൾ ആദ്യം സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്, എന്നിട്ടോ സ്പീഡ് ഡൗൺ ആയി. ആദ്യം ഇനീഷ്യലി വെലോസിറ്റി നെഗറ്റീവാണ്, സോ ഇവിടെ
സ്പീഡ് ഡൗൺ ആവുന്നത് മീൻസ് ആക്സലേഷൻ പോസിറ്റീവ് ആയിട്ടായിരിക്കും സ്പീഡ് ഡൗൺ ആവുന്നത്. പിന്നെ എന്തായി ഇവിടെ കൂടി വരുന്നുണ്ട്, വെലോസിറ്റി കൂടുന്നുണ്ട്, ബിക്കോസ് സ്ലോപ്പ് കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു, ആ ബോഡി മെല്ലെ നിന്ന് പിന്നെ സ്പീഡ് പോയി. ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ടേണിംഗ് പോയിന്റ് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞ എവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊന്ന് പിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 3t²/3, അപ്പോൾ ഇത് ക്യാൻസൽ ആയപ്പോൾ t² - 4t + 4 = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടേണ്ടത് ഒന്ന് ചെയ്യാതെ നോക്കാം. അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, t - 2² എന്ന് എഴുതാൻ പറ്റും. t = 2 സെക്കൻഡാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ t = 2 കിട്ടിയത് മാത്രമല്ല, നമ്മൾ നോക്കി വെലോസിറ്റിയുടെ ആ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എങ്ങനെയുള്ളത്, t - 2² ആണ്. അപ്പോൾ അത് ഹോൾ സ്ക്വയർ, അപ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല, വെലോസിറ്റിയുടെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല. ടേണിംഗ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ബോഡി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അഥവാ ഇത് പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വെലോസിറ്റി ഒരിക്കലും നെഗറ്റീവ് ആകാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ t = 2 എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് അല്ല. ഓക്കെ, അവിടെ മേ ബി, അപ്പോൾ അത് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ വെലോസിറ്റി 0 ആയത്, ആ ചങ്ങായി ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും മെല്ലെ. അപ്പോൾ നെഗറ്റീവ് ആണെന്നില്ലല്ലോ വെലോസിറ്റി, പിന്നെ അതേ ഡയറക്ഷനിൽ തന്നെ പോയിട്ടുണ്ടാവും. ഓക്കെ, അല്ലാണ്ട് ഇതുപോലെ പോയി തിരിച്ചിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഡയറക്ഷൻ നെഗറ്റീവ് ആവേണ്ടത്, പക്ഷേ ഫംഗ്ഷൻ പ്രകാരം വെലോസിറ്റി നെഗറ്റീവ് ആവുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ.